ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളിന്ന് ഇവൻ എല്ലാ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടൊരു പരിപാടിക്ക് വന്നേക്കാണ്. എൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ ആൻറ്റിയുടെ വീട്ടിലെ പാർപ്പാണ്. അപ്പൊ അതിന് ഞങ്ങൾ രാവിലെ തന്നെ പോന്നേക്കണതാണ് കേട്ടോ. അമ്മയൊക്കെ വന്നതാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ എത്തിയിട്ട് നമ്മള് വണ്ടിയിൽ നല്ല രസകരമായ കുറെ കാഴ്ചകളൊക്കെ ആള് ആസ്വദിച്ചിരിക്കുന്ന ആദ്യമായിട്ട് കണ്ണ് തുറന്നിട്ടില്ലേ നമ്മളപ്പോ വണ്ടിക്ക് ഇവനെ കാണുമ്പോ എല്ലാരും എക്സൈറ്റ്മെന്റിലാണ്. നമ്മളറിയാവുന്നവര് തന്നെയാണ് എല്ലാരും എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കണം നമ്മള്. അതെ അതെ അതെ. അപ്പൊ നോക്കി കൊച്ചിനെ കണ്ട സന്തോഷത്തിൽ എല്ലാവരും സംസാരിക്കണ്ട. നമ്മളൊന്നും വേണ്ടല്ലാരും പറഞ്ഞത് ശരിയാണ്. എപ്പോഴെങ്കിലും വരാൻ എപ്പോഴെങ്കിലും തരാം പോ. എപ്പോഴെങ്കിലും തരാം പോക്കോ. നിങ്ങൾ എപ്പോഴെങ്കിലും വരാൻ നിങ്ങൾ പയ്യനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്നാൽ മതി. കൊച്ചിനെ ഒന്ന് കൊണ്ടോട്ടേന്ന്. എന്റെ പൊന്നെ, എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ഇവിടെ നടക്കണേന്ന്. അതെ, സംഭവം എന്ന് വെച്ചാൽ ഇത് അവിടെയാണ് വീട്. നമ്മളുടെ വീടിന്റെ അപ്പുറം തന്നെയാണ് അല്ലേ? അവിടെ നിന്ന് ഇപ്പുറം തന്നെ. ഇപ്പൊ പുതിയ വീട് വേണത് പാർപ്പാണ് ഇന്ന്. ഇപ്പൊ പാലുകാച്ചണ ടൈമാണ്. ശരിക്കും പറഞ്ഞാൽ 8:00 അല്ലേ? ഇതേ നീ അടക്കം വന്നു. അപ്പോൾ ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തയ്യപ്പ് എന്ന് പറയും. തയ്യപ്പ് എന്നാണ് സുധര വീട് അല്ലേ? കെടാമംഗലം. അപ്പൊ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ ഷീറ്റ് ഇട്ടേക്കണ വീടാണ്. അതെ, പാർപ്പ് നടക്കണ ആൻറ്റി വീട്. കല്ലിടലിന് വന്നതാണ്. അന്ന് നമ്മൾ വീഡിയോ എന്തോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നാണ്. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ ഞാൻ ഇപ്പോഴാണ് വന്നത്. പ്രഗ്നന്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായില്ല. അവനെയും കൊണ്ട് തന്നെ. അതെ, അപ്പൊ നമുക്ക് നേരെ പോവാം. വീട്ടിൽ പോയിട്ട് നമുക്ക് കാണാം അല്ലേ? അതുകൊണ്ടതാ ആൻറ്റി വീട് പോണ വീട് ഇത്തു അല്ലേ? അതെ, കഴിഞ്ഞ ദിവസം ഒരു വാവയും കൂടി വന്നു പറഞ്ഞില്ലേ? അവിടെ ചേട്ടൻ എക്സ്പീരിയൻസ് പറഞ്ഞായിരുന്നു. ക്ഷീണിക്കും, രാത്രി നേരെ ഉറങ്ങണില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ജിത്തുവിന്റെയാണ് പാർപ്പ്. അത് ആന്റിയുടെ മോൻ അല്ലേ? മൂത്തേട്ടൻ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. ചേട്ടൻ വരുമായിരിക്കും. അതെ, എന്ന് വെച്ചാൽ വർക്ക് കഴിഞ്ഞിട്ട് എപ്പോഴാണെന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോ ഫോണെന്ന് എടുക്കാൻ തന്നെ ആരെയും വലിയ കാര്യമായിട്ടൊന്നും അന്വേഷിക്കണല്ലേ. അങ്ങനെയാണ്. അതെ, ഞാനിവിടെ വന്നിട്ട് പണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും കല്യാണം കഴിഞ്ഞ് പ്രത്യേകിച്ച് വരുമ്പോഴത്തേക്കും മോനെ വാ, കണ്ണനെ കണ്ടേ മോനെ വാ, ഇവ ആര വേണം ആരെങ്കിലും വേണോന്ന് ചോദിച്ചത് അന്വേഷിക്കട്ടെ. എന്നെ വേണോന്ന്. അച്ഛനെ കാണാൻ അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടാവട്ടെ. ഇവിടെ ഇല്ല ആള്. അല്ലെങ്കിൽ എന്തെങ്കിലും ഓടിയിട്ടുണ്ടോ? എല്ലാ പരിപാടിക്കും ലാസ്റ്റ് മിനിറ്റ് ഇങ്ങനെ ഇരിക്കും. ഇത് കഴിഞ്ഞിട്ട് അച്ഛനിപ്പോ അവിടെ ഓടി നടന്ന് എന്ന് പറഞ്ഞ നടപ്പുണ്ടാവും. അപ്പൊ ഇപ്പൊ വരും. ഇതിപ്പോ പാലയാച്ചലിന്റെ സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫംഗ്ഷൻ. ചേച്ചിയോട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് അമ്മ ചോറ്റാനിക്കര പോയിക്കണത് പറഞ്ഞില്ല. അമ്മ വരും കേട്ടാ. അമ്മ ഒരു കല്യാണം കൂടെ നമുക്ക് ഇന്നുണ്ട് വീടിന്റെ അടുത്ത് തന്നെ. അമ്മ അതിന് പോയിട്ട് ഇങ്ങോട്ടേക്ക് ഡയറക്റ്റ് വരും. പിന്നെ നമ്മൾ കല്യാണത്തിന് ഇന്ന് മൊത്തത്തിൽ പരിപാടികളുണ്ട്. ഇവനെയും കൊണ്ട് ഇറങ്ങിയിട്ട് കുറച്ചധികം പരിപാടികളുണ്ടെന്ന്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിൽ കടക്കാം. അപ്പൊ നോക്കി വീടിന് ഇങ്ങനെ വലമ്പൊക്കെ ഉണ്ടായിരുന്നു. പാലയാച്ചലിന് ഉന്നത പരിപാടി. അത് നമ്മുടെ ചിക്കൻ ഉറങ്ങണേന് ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്ക് ഉറങ്ങി. അത് ഇപ്പം അപ്പുറത്തേക്ക് കൂടെ എത്തും. അതെ, അപ്പൊ അകത്തേക്ക് കയറി. ഇനി നമ്മള് ഇതിനകത്താണ് ഇനി പാല് കാച്ചൽ. നമുക്ക് അകത്തേക്ക് കയറാം. ബാ. ഇവിടെ എടുത്ത കണക്ക് പറയാനാണ്. കണ്ണനില്ലേ, ഞാൻ എപ്പോഴും കൊച്ചിനെ എടുക്കുമ്പോഴേക്കും ചന്തിപ്പിടി ഞാൻ ഇപ്പൊ പറയുന്നുണ്ട്. ഞാനൊരു കൊച്ചിനെ വളർത്തി ഇത്രയായ ഒരു അമ്മയില്ല. അപ്പൊ കൊച്ചിനെ അത് സത്യം. കൊച്ചിനെ എടുത്തത് മുഴുവൻ ഇവനാണ്. ഈ പ്രായത്തിൽ മൊത്തത്തിൽ കണ്ണനാണ് 6 മാസം വരെ എടുത്തിരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ചേച്ചി ഇവിടെ പാർപ്പ് വീട്ടിലോട്ട് വന്നേക്കാനുണ്ടാ. അതെ, ഇവിടെ നിന്ന് എത്തിന്ന് പറഞ്ഞില്ല. നേരത്തെ എത്തിയതാണ്, വൈകി പോയി.
പാലയാച്ചലിന് വരണമെന്ന് വിചാരിച്ചു, പക്ഷേ പാലയാച്ചല് ജസ്റ്റ് മിസ്. അത് ജസ്റ്റ് അങ്ങോട്ട് കഴിഞ്ഞോളൂ, അപ്പോഴേക്കും ചേച്ചി വന്നിരിക്കണ്. അത് നന്നായി കറക്റ്റ് 8:15 റെഡിയായി. അപ്പൊ പ്രിയാന്റിനെ വിളിച്ചപ്പേ 9:30 ആവും എന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചിരി കൂടി അവിടെ നിന്ന് ലാഗടിച്ച് ഇപ്പൊ ശരിക്കും എത്ര മണിയായി? അപ്പൊ ഇനിയിപ്പോ കുറച്ചു നേരം കഴിയുമ്പോ പരിപാടിയൊക്കെ തുടങ്ങുള്ളൂ അല്ലെ? കാര്യങ്ങളൊക്കെ കുറച്ച് ഇത് രാവിലെ തന്നെ ആയിരുന്നല്ലോ, പിന്നെ കഴിഞ്ഞിട്ട് തുടങ്ങുള്ളൂ. അപ്പൊ അവിടെ നിന്ന് ഒരാളുണ്ട്. അച്ഛനെ കണ്ടിട്ടുണ്ടായില്ല, അച്ഛൻ എവിടെ പോയിരിക്കുന്നു. അപ്പൊ നോക്കിയേ, ഇനി നിങ്ങളുടെ പാടായി. നമുക്ക് ഇനി ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, നീ പൊക്കോ, കാണാം. ഹലോ, അപ്പൊ നോക്കിയേ, നമ്മള് പാർപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടാ. വീട്ടിലേക്ക് എത്തിയിട്ട് 2 ദിവസമായി. ഞാനീ പാർപ്പെന്ന് പറയുമ്പോ എനിക്കൊന്നും മനസ്സിലായില്ല എന്താന്ന് നോക്കി നിന്നതാണ്. നമ്മുടെ ഇവിടെ വീട് താമസത്തിന് പാർപ്പെന്നാ പറയണത്. പല സ്ഥലങ്ങളിൽ പല പേരാണ്. എല്ലാരും വീഡിയോ കാണുമ്പോൾ ഞാൻ കാണാറുണ്ട് അങ്ങനെ പല പേര് പറയുന്നത്. ഇവിടെ എന്തോ സാറെന്താണ്ട് ചെയ്യണ്ട് കുഞ്ഞ് നോക്കിയട പിന്നെ അച്ഛന്മാരും ആന്റിമാരും ചേച്ചിമാരും അമ്മമാരൊക്കെ എല്ലാരും ഹായ് കൊടുത്തേ. ഹലോ. പാർപ്പ് വീട്ടിൽ പോയിട്ട് കുറച്ച് നേരമൊക്കെ ഞങ്ങള് മര്യാദക്കിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഉറക്കം വന്നങ്ങോട്ട്. എന്റെ പോന്നെ പാർപ്പ് വീട്ടില് ഫുഡ് കഴിക്കുന്ന സമയമായില്ലേ അങ്ങോട്ട് ഹൈ പവർ അയാളല്ലേ. അതെ, പിന്നെ ഉറങ്ങാൻ വേണ്ടിട്ടായിരുന്നത്. പിന്നെ കുറെ പേരെ കണ്ടപ്പോഴൊന്നും ആൾക്ക് പറ്റിയില്ല പെട്ടെന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് സെറ്റ് ആയിട്ടാ, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൾക്ക് അന്നേരത്തെ ഒരു ഇതായിരുന്നു. എന്നിട്ട് വേഗം തന്നെ കൊണ്ടുപോയിട്ട് ഉറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയായി. അതെ, പിന്നെ അതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. അതിന്റെ ഇടയ്ക്ക് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തക്കുനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അമ്മയൊക്കെ വന്ന സമയത്തൊക്കെ കിരിപ്പൊളിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ക്യാമറ പോയിട്ട് ഒന്നും മനസ്സിലാവണ്ടായില്ല അവിടെ. പിന്നെ അമ്മയും കല്യാണം കഴിഞ്ഞ് അന്നേരത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിന് പോയേക്കാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരാനായിട്ട് കുറച്ച് ലേറ്റ് ആയി. അപ്പൊ ഓടിയാണ് വന്നത്, ഓടി പിടിച്ചാണ് അമ്മ വന്നത്. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിശേഷങ്ങള്. അതെ, അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് പിന്നെ ഞാൻ പിന്നെ എന്നിട്ട് അവിടെ നിന്ന് വൈകിട്ടായപ്പോഴാണ് പോകുന്നത്. പിന്നെ കണ്ണനും അമ്മയും ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെയും അങ്ങോട്ടേക്ക് വന്ന് എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇങ്ങോട്ട് പോന്നു. അതൊന്നും കാര്യമായിട്ട് പണിയിലാണ്. അതെ, അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനിടയ്ക്ക് ഒരു കോള് വന്ന് അങ്ങടേക്ക് പോയി. അപ്പൊ ഒരാളും കൂടി മിസ്സിംഗ് ആയിട്ടില്ല. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അതെ അതെ അതെ. അപ്പൊ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഇരുന്ന് വിശേഷങ്ങൾ അന്ന് കുറെ നേരം. പിന്നെ അവിടുത്തെ എങ്ങനെ ശ്രുതി അവിടെ നിന്ന് രാത്രിയാവുന്നത്. പിന്നെ ഞാൻ നൈറ്റ് പോയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ടും അവിടെ സംസാരിച്ചേക്കിരിക്കും. കുറെ ദിവസത്തിൽ പോയോണ്ടേ. അല്ല, കുറെ ദിവസത്തെയാണ് പരിപാടിക്ക് പോയത്, അത് പറയണം. കുറെ ദിവസം പരിപാടിക്ക് പോയത്, പക്ഷെ 2 ദിവസത്തേന് വീട്ടിലേക്ക് പോയത്. അതല്ല കാര്യം, അതിലല്ല ഇതുള്ളത്. കുറെ ദിവസത്തെയാണ് ഞാൻ കുറെ ആൾക്കാരെ കണ്ട് പരിപാടിക്കൊക്കെ പോയി ഇതായത്. അങ്ങനെയല്ലേ പറയുന്നത്. അതെ, കൊച്ചിന്റെ ആദ്യത്തെ പരിപാടി ആയിരുന്നട്ടാ. കൊച്ചിന്റെ ആദ്യത്തെ പരിപാടി. കൊച്ചു ആദ്യമായിട്ട് പുറത്തേക്ക് പരിപാടിയായിട്ട് പോയതും വേറെ വീട്ടിൽ പോയതും അങ്ങോട്ടേക്കാണ് പോയത്. അതെ, അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു വിശേഷങ്ങളൊക്കെ. പിന്നെന്താണ് പറയൂ? പിന്നെന്താണ്, എല്ലാവരും കുറെ കമന്റും കാര്യങ്ങളൊക്കെ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതെ അതെ, ഇപ്പൊ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാരും കാണുന്നുണ്ട്, കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്താന്ന് അറിയാം, ദൈവം ഇനി പറയും ഇപ്പൊ നിന്നോ അറിയൂടാ. എന്താ ഇനിയും വീഡിയോസ് നമ്മളിപ്പോ കറക്റ്റ് നമ്മുടെയും കുഴപ്പമുണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നോണ്ട് തന്നെ എല്ലാവരും കാണുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും കാണാൻ ഞാൻ കമന്റ് ബോക്സിൽ കണ്ടായിരുന്നു. ഇനിയിപ്പോ വേദൂട്ടിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ കാണിക്കട്ടെ. അതെ, വിശേഷങ്ങളാണ് ഇവിടെ കിടക്കണം. കണ്ടോ, ഇതിങ്ങനെ അലക്കിയിടുമ്പോ ഇങ്ങനെ അഴ കാണുമ്പോൾ ഒരു സന്തോഷം. ഈ സന്തോഷങ്ങളൊക്കെ ഒരു വേറെ സന്തോഷങ്ങളാണ് അല്ലേ. ഇന്ന് ഇതുപോലെ ഇവിടെ 2 വല്യമ്മമാര് കാണാൻ വന്നിട്ട് പറഞ്ഞേ, അമ്മൂമാര് അമ്മൂമാര് കാണാൻ വന്നിട്ട് പറഞ്ഞേ, തുണിയൊക്കെ കിടക്കണ കാണുന്നത് കുറച്ച് ദിവസമായി. അപ്പൊ വന്നിട്ടുണ്ട് മനസ്സിലായി. അപ്പൊ കാണണമെന്ന് വിചാരിച്ചിരിക്കണായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതാണ് അതിന്റെ അടയാളം. എല്ലാരും നമ്മളെ നോട്ട് ചെയ്യണത് ഇങ്ങനെയുള്ള കൊച്ചുണ്ടാ വീട്ടിൽ നിന്ന്. അതെ അതെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വന്നേക്കണത് അല്ലേ. അപ്പോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ഇന്നത്തെ കൊച്ചുകൂടി അമ്മ ഒന്ന് പോയിട്ടാ ക്യാൻറ്റീനിലേക്ക് പോയി, ഇപ്പൊ തന്നെ വരും. അതെ, അമ്മ ഇത്തിരി നേരത്തേക്ക് പോയിട്ട് ഒന്ന് അവിടെ പോയി തല കാണിച്ചിട്ട് ഒന്ന് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരും. അപ്പൊ അങ്ങനെയൊക്കെയാണ് കൊച്ചു വിശേഷങ്ങള്. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഇന്നത്തെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കണം അല്ലേ. അവന് വലിച്ചിട്ട് കൊണ്ടുപോകുള്ള. അതെ, ആള് മിണ്ടാണ്ട് ഓടിക്കണ്ട. ഉറങ്ങണ അവിടെ അതെ 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 അവളെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഉറങ്ങിയിട്ടൊന്നുമില്ല. ഇന്ന് ഉറങ്ങിയിട്ടുള്ള ആളിങ്ങനെ കളിച്ചിരിച്ചൊക്കെ ഇരിക്കും. അതെ, ഉറങ്ങണേന് അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.